നമ്മുടെ ഹൃദയത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പുണ്യം ഏതാണെന്നറിയാമോ? ഈ ആഗമനകാലം, മംഗളവാർത്താകാലം നമ്മെ പഠിപ്പിക്കുകയാണ്. അത് ക്ഷമയാണ്. ക്ഷമ എന്ന പുണ്യത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു കഴിവാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം രൂപപ്പെടുത്തുന്ന അതിമനോഹരമായ പുണ്യം അത് ക്ഷമയാണ്. കാത്തിരുന്നു കൊണ്ട് എല്ലാം നേടിയെടുക്കാനുള്ള ക്ഷമ ഈ ആഗമനകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ക്ഷമയോടെ എല്ലാ കാര്യങ്ങളെയും നേരിടാൻ. പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പെട്ടെന്ന് ദേഷ്യപ്പെടും, കാര്യം എന്തെന്ന് പോലും അറിയാതെ എല്ലാവരോടും മറുതലിക്കും, തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും നാം ചിന്തിക്കുന്ന നിഗമനങ്ങളും ഒക്കെ തെറ്റായെന്ന് നമ്മുടെ ഉള്ളിലെ ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, അവനോട് വേണമെങ്കിൽ എനിക്കൊന്ന് ക്ഷമിക്കാമായിരുന്നു, അയ്യോ അവൻ പറഞ്ഞതാണല്ലോ സത്യം, ഞാൻ അവനെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് തെറ്റുപറ്റിയല്ലോ. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്, ക്ഷമ എന്ന പുണ്യം വളർത്തിയെടുക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ മനോഹരമായി രൂപപ്പെടുത്തും. ഹൃദയം പുൽക്കൂടായി മാറും, അവിടെ ഈശോ വസിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ.